ഉള്ളത് ഹരി ഓണാശംസ. പക്ഷേ ഇന്ന് ഹരി എന്താ ഈ ജാങ്കോ ആയിട്ട് വന്നേക്കുന്നത്? അല്ല, നമ്മള് വയനാട് ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ഓണം ആഘോഷിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലെടുത്തത് കൊണ്ടാണ് തെറ്റേറുകളൊന്നും. ശരി, ഉറപ്പായും. അപ്പൊ എന്തായാലും എങ്കിലും ഓണം അല്ലേ ടാഗ് ലൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓണമായിട്ട് കുറെ സിനിമകൾ ഇറക്കിയിട്ടുണ്ടല്ലോ ഹരി. ഇന്നും 2 സിനിമ അല്ലേ? അതെ, ഇന്ന് 2 അല്ല, സത്യം പറഞ്ഞാൽ 4 സിനിമകളുണ്ട്. 4 സിനിമകളുണ്ട്. കഴിഞ്ഞ ദിവസം 2 സിനിമകൾ റിലീസായി. ഇന്ന് റിലീസാകുന്നത് ഏറ്റവും പ്രധാനമെന്നല്ല, 4 സിനിമകളും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പോലും ബാഡ് ബോയ്സ് എന്ന ഒമർ ലുലുവിന്റെ സംവിധാനത്തിൽ ഷീലു എബ്രഹാം നിർമ്മിച്ചൊരു സിനിമയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വിവാദം ഉണ്ടായിരുന്നു. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഷീലു എബ്രഹാം ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ സിനിമയെ തഴയുന്നു, ഒഴിവാക്കുന്നു എന്നത് സംബന്ധിച്ച്. അപ്പോൾ സിനിമയ്ക്ക് ഉള്ളിൽ തന്നെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം ആന്റണി പെപ്പെ നായകനായി എത്തുന്ന കൊണ്ടൽ എന്ന ചിത്രമാണ്. സോഫിയ പോളാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. മറ്റു 2 സിനിമകൾ, ഒന്ന് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഷബീഖ് ചൗക്കത്താണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷാജി കൈലാസിന്റെ മകൻ റുഷിൻ ഷാജി കൈലാസ് ഇതിനകത്ത് ഒരു പ്രധാന വിഷയത്തിൽ എത്തുന്നുണ്ട്. നായകനായി അദ്ദേഹം അഭിനയിക്കുന്നു. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രമാണ്, അഭിനയിക്കുകയാണ്, പുള്ളി നായകനായി എത്തുന്നു. മറ്റൊരു ചിത്രം പ്രതിഭ ട്യൂട്ടോറിയൽസ് ആണ്. സുധീഷാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. അപ്പോൾ സുധീഷിനെതിരെയുള്ള വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് സുധീഷിനെതിരെ ഇപ്പൊ സുധീഷ് നായകനായ ഒരു സിനിമയും കൂടെ എത്തുന്നത്. ഈ 4 ചിത്രങ്ങളാണ് ഓണത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം റിലീസിനെത്തുന്നത്. കഴിഞ്ഞ ദിവസം 2 സിനിമകൾ റിലീസിനെത്തിയിരുന്നു. ഒരു ആസിഫ് അലി ചിത്രമായ കിഷ്കിന്ധകാന്തവും ടൊവിനോ ചിത്രമായ അജയന്റെ 2ാം മോഷണവും ഇറങ്ങി. അജയന്റെ 2ാം മോഷണത്തെ പറ്റി ഞാൻ ചോദിക്കാൻ, അത് കണ്ടു അല്ലേ? സിനിമ കണ്ടു. ചിത്രം നല്ല അഭിപ്രായം, മികച്ച അഭിപ്രായമായിരുന്നു. സിനിമ എനിക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. 3D ഫിലിമാണ്. 3D ആണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ്. ഗംഭീരമായ ഒരു ഓഡിയോ വിഷ്വൽ ഉള്ള ഒരു തിയേറ്റർ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. സാധാരണ കുഞ്ഞു തിയേറ്ററിലൊന്നും പോകാതെ വലിയ ആംബിയൻസ് ഉള്ള തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മൾ അതിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു പ്രതികരണങ്ങളിലേക്ക് പോകണം. ഓണം റിലീസായി കഴിഞ്ഞ ദിവസം എത്തിയ ടൊവിനോ ചിത്രം അജയന്റെ 2ാം മോഷണം അതിന് മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. 3Dയിൽ റിലീസ് ചെയ്ത ചിത്രം 30 കോടി രൂപയുടെ ബഡ്ജറ്റിലാണ് പുറത്തിറങ്ങിയത്. നമുക്ക് ആദ്യം ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം കാണാം. പ്രതീക്ഷിച്ചാലപ്പുറം കിടിലം പടം, ഒരു രക്ഷയില്ല. 3D തന്നെ കാണണം. വിഷ്വൽ എഫക്റ്റ് ഒക്കെ കിടിലം. ടൊവിനോ അഭിനയിച്ച് തകർത്തു. ടൊവിനോ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ സ്റ്റോറീസും നമ്മൾ പണ്ട് കേട്ടിട്ട് പോയ കുറേ സ്റ്റോറീസും എന്ത് പറയും, കണ്ടിട്ടില്ലാത്തൊരു സ്റ്റോറി. നല്ല പടം. ഈ ഗൂസ് ബംസ് പറയുന്നത് അത്യാവശ്യം നല്ല ഒരുപാടുണ്ട്. പിന്നെ എന്തൊരു മിസ്സിംഗ് പോലെ തോന്നിയെങ്കിലും പെർഫോമൻസ് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. അടിപൊളി വിഷ്വൽസ്, പടം കണ്ടിരുന്നു പോകും. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, തിയേറ്ററിൽ ഒരുപാട് പ്രതീക്ഷിച്ച് വരണ്ട, പക്ഷെ കാണാൻ നല്ല സാധനമാണ്, അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. സ്ക്രീനിൽ കാണുന്നുണ്ട്. 3D പറയുമ്പോഴത്തേക്ക് വേറെ ഈ ഫ്ലെയിംസിൻ്റെ ഒക്കെ ഓരോ പൊരിലുണ്ടല്ലോ, അതൊക്കെ വന്നാൽ അടിപൊളിയായിട്ടുണ്ട്. നല്ല എടുത്ത ചെയ്യുന്ന പൊളി സാധനമാണ്. നല്ലത് ഹൈപ്പിലാണെന്ന് പറയുമ്പോഴത്തേക്കും ബ്രോ ഈ ഗൂസ് ബംസ് ഈ ബാഹുബലി ആ ടൈപ്പ് ഒന്നുമില്ല, പക്ഷെ ക്ലാസ് ആയിട്ട് മലയാളത്തിൽ നല്ല വിഷ്വൽ ആയിട്ടുള്ള 3D ഒരു പടം. മേക്കിംഗ് വേറെ ലെവലായിട്ടുണ്ട്. സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് ഒരു പിടുത്തം കിട്ടില്ല. ആ ഒരു സാധനമുള്ളത് കരിയർ ബെസ്റ്റ് ഫിലിം തന്നെ. അടിപൊളി ഫിലിമാണ്. 3D എഫക്റ്റ് ആയിരുന്നാലും അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ട് വിഷ്വൽ 3D തന്നെ കാണണം കേട്ടോ. മാക്സിമം 3D തന്നെ കാണാൻ നോക്കുക. കാര്യം അത്ര എഫക്റ്റ് ഉണ്ട് അതിൽ. അടിപൊളിയായിട്ടുണ്ട്. വേറെ ഇപ്പം ബഡ്ജറ്റ് ആയിരുന്നാലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും ഒരു ബോറിംഗ് ഒന്നുമില്ല. 2.5 മണിക്കൂർ ഫാന്റസി തന്നെയാണ്, നമ്മൾ നാട്ടിൻപുറത്ത് നടക്കുന്നതാണ്, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. സിനിമ അടിപൊളി. നല്ല മേക്കിംഗ്, അടിപൊളി, രക്ഷയില്ല. പാൻ ഇന്ത്യൻ, ഭയങ്കര എന്താ പറയുക, പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ഉള്ള ഒരു പരിപാടിയായിരുന്നു. ലാഗൊന്നുമില്ല. നമുക്ക് ഒരു ബാഹുബലി റേഞ്ച് സിനിമയാണ് സത്യം പറഞ്ഞത്. പെർഫോമൻസ് വൈസ് എക്സ്ട്രാ ഓർഡിനറി. ടൊവിനോ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ജിതിൻ ലാൻഡിൽ ഒരു രക്ഷയില്ല. ഡയറക്ഷൻ സൂപ്പർ 100% സാറ്റിസ്ഫൈഡ്. 3D എല്ലാം അടിപൊളിയല്ല. അവിടെ കുഴപ്പമില്ല, ഭയങ്കര കിടലൊന്നല്ല. ഒരു ഫോക്ക് ലോർ കണ്ടിരുന്ന് കാണേണ്ട പടം. ആ ഫാന്റസിയാണ്, ഒരു അഡ്വഞ്ചർ, ആ ഒരു ട്രഷർ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഐറ്റമാണ്. പിന്നെ പോസിറ്റീവ്സ് എന്ന് പറയാൻ ടൊവിനോന്റെ പെർഫോമൻസ്, പിന്നെ മ്യൂസിക്കും ബീജം ഒക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി വിഷ്വൽ ട്രീറ്റ് ആണ്. പിന്നെ ടൊവിനോയുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. പിന്നെ ആക്ഷൻസ് എടുത്തു പറയേണ്ടതാണ്. പിന്നെ സ്റ്റോറിയും നല്ല അടിപൊളിയാണ്. ലാഗം അങ്ങനെയൊന്നുമില്ല. നല്ല സോങ്സ് ഉണ്ട്. പിന്നെ മെയിൻലി ഈ 2ാം പാർട്ടിലോട്ടുള്ള ലീഡ് പോലെ അങ്ങനെയൊന്നും ഇല്ല. ഫസ്റ്റ് ഇതോടെ തീർന്നത് അത് നന്നായിട്ട് എനിക്ക് തോന്നി. ഒരു ക്ലീശ തോന്നിയില്ല. നല്ല സ്റ്റോറിയാണ്. അത് അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. ഇപ്പം ബേസിക്കലി ശിഷ്യനാണല്ലോ പടം എടുത്തിരിക്കുന്നത് ജിതിൻ ലാൽ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. തിയേറ്റർ വാച്ച് സ്റ്റോറി വൈസ് ഫാന്റസിയാണ് മെയിൻ.
3 കാലഘട്ടമാണ് കാണിക്കുന്നത്. അതിൽ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ ഒന്ന് കാണുക, നല്ല അടിപൊളിയാണ്. സിനിമ നല്ല സിനിമയായിരുന്നു. ട്രെയിലർ പോലെ തന്നെ നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമ. അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല ടെവിനോ തോമസിന് നല്ല എന്താ പറയുക, കുറെ ബാറ്റിൽ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ വന്ന് മസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള 3D എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് നല്ല അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട്. ഏത് ജോണറാണ്? ഒരു ഫാന്റസി, ഒരു ത്രില്ലറാണ്. ഒരു 3 കാലഘട്ടമാണോ? 3 കാലഘട്ടം, 1900, പിന്നെ 950, അങ്ങനെ പോകുന്നൊരു കാലഘട്ടമാണ്. ആ ഒരു ക്യാരക്ടറിൽ 3 ക്യാരക്ടറിൽ പ്രത്യേകിച്ച് ഒരു കള്ളനായിട്ട്, മണിയൻ എന്ന് പറയുന്നൊരു കള്ളനായിട്ട് വരുന്നുണ്ട്. അതിഗംഭീര പെർഫോമൻസ് കേട്ടോ. ടോവിനോയുടെ കരിയർ ബെസ്റ്റ് തന്നെ പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ആ പടത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓണം വിന്നർ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണല്ലോ. ഏത് പടമായിരിക്കും വിജയിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഇനി ഒരു ഓണം വിന്നർ അറിയണമെങ്കിൽ ഇന്നും കൂടെ റിലീസ് വരണം. ആ സിനിമകളൊക്കെ എങ്ങനെയാണെന്നുള്ള ഒരു കാത്തിരിപ്പൊക്കെയാണ് ഇത് അറിയേണ്ടതുള്ളത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഈ തിയേറ്ററുകളിൽ, പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു കാലാവസ്ഥയിൽ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ളത് അറിയേണ്ടത്. കാത്തിരിക്കാം. ഓക്കെ, ഉറപ്പായിട്ടും. എന്തായാലും അപ്പോൾ സിനിമാ വിശേഷങ്ങളാണ് ഹരി പങ്കുവച്ചത്.